ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡെസേർട്ട് ട്രെക്കേഴ്സ് എന്റർടൈൻമെന്റ്സ്. ഇന്ന് ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് സൂപ്പർ ഹാപ്പിയാണ്. കാരണം മലയാള സിനിമയിൽ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുക. ഒരു വെരി സിമ്പിൾ റോളിൽ നിന്ന് വന്നിട്ട് കരിയർ ഗ്രാഫ് അങ്ങനെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് എല്ലാവർക്കും പറ്റിയ കാര്യമല്ല. സോ ഞാൻ എക്സൈറ്റ്മെന്റ് അധികം ഇടുന്നില്ല. ഇന്ന് എൻ്റെ കൂടെ എത്തിയിരിക്കുന്ന ഗസ്റ്റ് ബാലു വർഗീസ്. വെൽക്കം. ഹായ്. ഇന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ബാലു ചേട്ടൻ ഇത്ര സിനിമകൾ അഭിനയിച്ചെങ്കിലും ഇന്റർവ്യൂസ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ഇന്നാണ് ആദ്യമായിട്ട് പോകുന്ന ഒരു പേഴ്സണൽ ഇന്റർവ്യൂ, അല്ലേ? സത്യമല്ലേ? അതെ, ഞാൻ ഈ പേഴ്സണൽ ഇന്റർവ്യൂ അങ്ങനെ കൊടുത്തിട്ടില്ല. പൊതുവെ കാര്യം ചമ്മലാണ്. വേറെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ ഭയങ്കര സിനിമയെ കുറിച്ചാണ് നമുക്ക് പറയാനുണ്ടാവും. സ്വന്തമായിട്ട് പറയാൻ എനിക്ക് അങ്ങനെ അറിഞ്ഞൂടാ. അറിയാവുന്ന ഇപ്പൊ ഈ ഇന്റർവ്യൂല് നോക്കാം. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയിക്കാൻ നോക്കാം. എനിവേ, ഞാനൊരു ഫിലോസഫിക്കൽ ആയിട്ട് തന്നെ ചോദിച്ചു തുടങ്ങുവാണ്. ബാലു എന്നുള്ള പേര്, ലൈക്ക് ഞാൻ ആ പേര് ഇങ്ങനെ ഓർക്കുന്ന സമയത്താണല്ലോ, ഇപ്പൊ പെറ്റ് നെയിം പോലെയൊക്കെ ഉണ്ട്. വീട്ടിലൊരു കുട്ടീനെ വിളിക്കുന്ന ബാലു, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള നെയിം. അപ്പം ശരിക്കും ബാലു ചേട്ടൻ ഇപ്പം ഫാമിലിയിൽ അല്ലെങ്കിൽ ക്ലോസ് സർക്കിളിലൊക്കെ കൊടുക്കുന്ന ഒരു ഓറ എങ്ങനെയാണ്? ആ ബാലു എന്ന് പറഞ്ഞ പേര് പോലെ തന്നെയാണോ? അത് ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാവില്ല. ശരിക്കും പറഞ്ഞ എന്റെ സുഹൃത്തുക്കളുടെ വീട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരിക്കലും എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈവായിട്ട് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാനും എല്ലാവരുടെയും സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും നോക്കുന്ന ഒരാളാണ്. അപ്പോ ഒരിക്കലും ഞാൻ മറ്റേ വലിയ മൂത്ത ചേട്ടൻ എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഒരു ടഫായിട്ടുള്ള സുഹൃത്ത് എന്നുള്ള രീതിയിലോ ഒന്നും ഇരിക്കാറില്ല. എപ്പോഴും ഭയങ്കര എല്ലാവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് ഇരിക്കണ ഒരു ആള് തന്നെയാണ്. ഇത് ശരിയാണെന്നറിയാൻ എന്റെ കൂട്ടുകാരെ തന്നെ ചോദിക്കേണ്ടി. കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു ഒരു സിമ്പിൾ റോളിൽ നിന്ന് എനിക്ക് തോന്നുന്നു ബാലതാരമായിട്ടാണ് വരുന്നത്. ചാന്തുപൊട്ടിലെ ഇന്ദ്രജിത്തിന്റെ ജൂനിയർ ക്യാരക്ടർ ചെയ്തുകൊണ്ട് വരുന്നു. ശരിക്കും അതൊരു ആക്സിഡന്റൽ ആയിരുന്നോ അതോ ആ സിനിമയിലേക്ക് തന്നെ വന്നതാണോ? അല്ല, ആക്സിഡന്റിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് അതിന്റെ പ്രൊഡ്യൂസർ എന്റെ അങ്കിളായിരുന്നു, ലാലങ്കിളായിരുന്നു. അപ്പോ ആ പടത്തില് ഇങ്ങനെ ഒരു ഇന്ദ്രജിത്തിന്റെ ചെറുപ്പം നോക്കുന്നു എന്ന് പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോ അവരൊരുപാട് നോക്കണ്ടായിരുന്നു, ഒരുപാട് കുട്ടികൾ നോക്കണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രേട്ടൻ അത്ര നിറവില്ലെങ്കിലും നണക്കുഴയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ പടത്തിലേക്ക് കയറിയതാണ്. അങ്ങനെ എന്റെ അടുത്ത് ചെയ്തു നോക്കാൻ പറഞ്ഞു. ഒരു ഓഡിഷൻ പോലെ രാജു സാറിന്റെ അടുത്ത് ചെന്നു. അപ്പൊ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ചെയ്തപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എന്നെ കൊണ്ട് ജയിച്ചതാണ്. അതപ്പോ ആക്സിഡന്റൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ആക്സിഡന്റലാണ്. ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ അത്ര ചെറുപ്പത്തിലെ ഒന്നും നമുക്ക് അങ്ങനെ വലിയ പാഷൻ സിനിമ അങ്ങനത്തെ ഒരു രീതിയിലൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളുടെ ഒരു സിനിമ കുടുംബത്തിലായതുകൊണ്ട് നമ്മൾ കാണുന്നതെല്ലാം ഏറ്റവും വലിയ സംഭവങ്ങൾ ചെയ്യുന്നതെല്ലാം സിനിമയിലെ ആൾക്കാർ സിനിമയിൽ അതാണെന്ന് നമ്മളെ ചെറുപ്പത്തില് നമുക്ക് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നിയിരുന്ന ഒരു കാര്യം ഇപ്പോ ചെറുപ്പത്തില് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയുണ്ട്. സിനിമയുടെ ലൊക്കേഷനിലൊക്കെ പോകാനുള്ള ഭാഗ്യം കിട്ടുമ്പോൾ പെട്ടെന്നൊരു ഒരു ഡയറക്ടർ വന്നൊരു അനൗൺസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് ഇത്രയും പേര് അത് അനുസരിക്കുന്നു, അതനുസരിച്ച് കാര്യങ്ങളോടെ വേറൊരു സംഭവം നടക്കുന്നു. ആ ഒരു വലിയൊരു മാജിക് ഇങ്ങനെ ഒരു ഫ്രെയിമിൽ ഒരാളെ കൊണ്ട് സാധിക്കുന്നു. അത് കുറെ പേര് അതിനു വേണ്ടി പ്രയത്നിക്കുന്നു. നടന്മാര് വേറെ രീതിയിൽ അഭിനയിക്കുന്നു. ഇതിനെ പറ്റിയ കോസ്റ്റ്യൂംസ് കൊണ്ടുവരുന്ന മൊത്തം ഒരു കളർഫുൾ ഒരു വേറെ വേൾഡ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് വലിയൊരു ഫാസിനേഷൻ ആയിരുന്നു. അപ്പോ സിനിമയിലൊക്കെ എന്തെങ്കിലും നമുക്ക് മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും വലിയൊരു സംഭവം സിനിമ തന്നെയായിരുന്നു. അപ്പോ ഒരു ലക്കാണോ എന്താണോ എന്നറിയില്ല, എങ്ങനെയൊക്കെ വിട്ട് വന്ന് കേറി. ഇപ്പൊ പറഞ്ഞ സിമ്പിൾ റോൾ എന്ന് തുടങ്ങിയാലും പിന്നീട് കരിയർ ഗ്രാഫ് എടുക്കുമ്പോഴത്തേക്കിനും വളരെ വലിയൊരു ഗ്രോത്ത് ആണ് ഞാൻ നോക്കിയപ്പോ എനിക്ക് കാണാൻ പറ്റിയത്. ഇപ്പൊ അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബാലുചേട്ടൻ ഒരു ഇന്റർവ്യൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹണീബി അല്ലെങ്കിൽ കിങ് ലെയർ പോലുള്ളൊക്കെ സിനിമ ചെയ്ത സമയത്തും എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ സമയത്തൊക്കെ സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനുശേഷം പിന്നീട് നോക്കുവാണെങ്കിൽ പല ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടേഴ്സ് വന്നു. ഓപ്പറേഷൻ ജാവ ആണെങ്കിലും ജാനമൻ ആണെങ്കിലും നടികർ ആണെങ്കിലും പിന്നീട് ഒരു ചൂസിങ് നമുക്ക് തന്നെ ഫീൽ ചെയ്തു. ബിക്കോസ് ആ റോളിലേക്ക് കൊടുക്കുന്ന ഒരു എഫേർട്ട് അത് നമുക്ക് ഓഡിയൻസിനും അത് ഫീൽ ചെയ്ത് തുടങ്ങി. സോ ഈ കരിയർ ഗ്രാഫ് നോക്കുവാണെങ്കിൽ ആ സിമ്പിൾ റോളിൽ നിന്ന് തുടങ്ങി ഇപ്പം ഇവിടെ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അപ്പം ഒന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ പിന്നീട് എങ്ങനെയാണ് ആ ഒരു ചൂസിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുക്കാൻ തീരുമാനിച്ചത്? പറഞ്ഞ പോലെ ഞാൻ ചെയ്ത ഒരു പരിപാടിയിൽ എനിക്ക് റിഗ്രറ്റ് ഇല്ല. പറഞ്ഞ പോലെ ആദ്യം എൻ്റെ മെയിൻ അജണ്ട ഞാൻ സിനിമയിൽ അഭിനയിച്ചു ഇനിയിപ്പോ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ആക്ടർ ഉണ്ടെന്ന് ശ്രദ്ധിക്കപ്പെടണം എന്നായിരുന്നു. അപ്പോ ഹണിബി ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് എന്നെ പിന്നെ വിളിച്ചുകൊണ്ടിരുന്നതെല്ലാം ഈ കൊച്ചിക്കാരൻ പയ്യൻ എന്നുള്ളൊരു പരിപാടിയിലായിരുന്നു എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഇപ്പൊ ആൾക്കാർ കുറച്ച് പേർക്ക് എന്നെ മനസ്സിലായി തുടങ്ങി ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ
ഉണ്ടെന്ന് മനസ്സിലായി തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി പല കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്തു നോക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഒരിക്കലും ഇനി നാളെ മുതൽ അങ്ങനെ മാത്രം ചെയ്യാന്ന് എനിക്ക് വിചാരിച്ചിരിക്കാൻ ഒരു ആക്ടറിനെ സംബന്ധിച്ച് പറ്റില്ല. കാര്യം കൃത്യമായിട്ട് വന്ന് നമ്മളെ കിട്ടണം. അങ്ങനെ ഒരു ഡയറക്ടറിന് തോന്നണം ഇയാളെ കൊണ്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യിക്കാൻ പറ്റും തോന്നണം. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഇപ്പൊ ഈ പറഞ്ഞ തരുൺ എന്നെ കൊണ്ട് ഓപ്പറേഷൻ ജാവ ചെയ്യിച്ചു. അത് കഴിഞ്ഞപ്പോ ചിതു ജാനമൻ ചെയ്യിച്ചു. അപ്പൊ അതൊക്കെ കിട്ടിയൊരു ഭാഗ്യമാണ്. പിന്നെ മഞ്ഞുമല്ലിലേക്ക് വന്നൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ് അടിച്ചു. അല്ല, ഇനിയും ഈ പറഞ്ഞ പോലെ ഇതൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് ആസ് എൻ ആക്ടർ എനിക്ക് എവിടെയും ആ ഒരു വലിയൊരു പൊസിഷൻ അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള പൊസിഷനിൽ എനിക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഇനിയും ഒരുപാട് കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാനുണ്ട്. ഒരുപാട് രീതിയിലുള്ള വേഷങ്ങൾ ചെയ്യണം. അതിനുവേണ്ടി പണിയെടുക്കും. എന്നോട് ചേർത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം പല ആൾക്കാർ, ഇപ്പം ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ പോലും ചില റോളിലൊക്കെ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു ടാഗ് ലൈൻ ആയിട്ട് തന്നെ അതിലറിയപ്പെട്ട അതേ റോളുകൾ സിമിലർ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പം അങ്ങനെ പോകാണ്ടിരിക്കുക. ഇപ്പൊ ബാലുചേട്ടൻ പറഞ്ഞു ആദ്യം കൊച്ചിക്കാരൻ എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേനും പിന്നെ ആ ടാഗ് ലൈനിൽ പെട്ടുപോകുമെന്ന് പേടിച്ചിരുന്നു എന്ന്. അപ്പം ഒരു ആക്ടർക്ക് അങ്ങനെ ഒരു പേടി അല്ലെങ്കിൽ അങ്ങനെ അതിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറി ചോദിച്ചു കഴിഞ്ഞാൽ? അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അത് ബ്രേക്ക് ചെയ്യാൻ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം. അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടണം. അത് ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ തലവരെയാണോ അല്ലെങ്കിൽ ചിലപ്പോ ഇപ്പൊ എന്തൊക്കെ നമ്മളിപ്പോ പണിയെടുത്താലും നമ്മുടെ ഒരു ഡയറക്ടർ ഈ ഒരു ക്യാരക്ടർ അയാളുടെ മനസ്സിൽ തോന്നുന്ന ഈ ഒരു ക്യാരക്ടർ ഇയാളെ കൊണ്ട് ചെയ്താൽ ഇയാൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നണമല്ലോ. അപ്പോ അങ്ങനെ തോന്നി കിട്ടണം. അപ്പോ ഓഫ് കോഴ്സ് അതിനു വേണ്ടി പണിയെടുക്കണം. ഈ പറഞ്ഞ നമ്മളുടെ ചിലപ്പോൾ ബോഡി ലാംഗ്വേജും രൂപവും സംസാരവും എല്ലാം മാറ്റേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി ഹോംവർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയായിരിക്കും ആ ക്യാരക്ടർ നമ്മൾ തോന്നി അയാളെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ അയാൾ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ട് ഒരു കോമൺ സെൻസും പരിപാടിയൊക്കെ നമുക്ക് വേണം. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭാഗ്യവും ലക്കും ആ ഒരു തലവരെയും കൃത്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റാൻ പറ്റുള്ളൂ. ഞാനിപ്പം ബാലുചേട്ടനെ നോക്കുന്ന സമയത്തും ഞാൻ ആ കരിയർ ഗ്രാഫിലൂടെ തന്നെയാണ് പോയത്. അപ്പം ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടല്ലോ. അപ്പം ആദ്യകാലങ്ങളിൽ ഇപ്പം മാണിക്കക്കല്ലിലാണെങ്കിലും ചെറിയ റോളായിരുന്നു, സിമ്പിൾ റോൾസ് ചെയ്ത ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു, അതും യങ് ആയിരുന്ന സമയത്ത് തന്നെ. അപ്പം ഇപ്പോഴത്തെ ബാലുചേട്ടൻ ആ ഒരു യങ് ബാലുചേട്ടനിൽ നിന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലൈക്ക് എന്തായിരിക്കും ബാലുചേട്ടൻ പോയ യങ് ബാലുവിന്റെ അടുത്ത് പറയുക അന്ന് ചെയ്ത റോൾസ്? ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഒരു കാര്യത്തിലും എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഞാൻ വന്ന വഴി അപ്പൊ അതിപ്പോ ഈ പറഞ്ഞ കൃത്യമാണെന്ന് ഞാൻ അന്ന് ചെയ്ത് പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അന്ന് ചിലപ്പോ ചെയ്തതിനകത്തുണ്ടായ എനിക്ക് എന്റെ പോരായ്മകൾ ചിലപ്പോ ഒരു പോയിന്റിൽ എനിക്ക് വേറെ മനസ്സിലായിണ്ടാവും. അപ്പോ അതിൽ നിന്ന് ഞാൻ പിന്നെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോ എല്ലാം എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയേക്കുന്ന ഏറ്റവും വലിയ പരിപാടി ട്രയൽ ആൻഡ് എറർ രീതിയിലാണ് എന്റെ എല്ലാ കാര്യങ്ങളും പോയിരിക്കുന്നത്. ഞാൻ ചിലപ്പോ കുഴപ്പങ്ങളൊക്കെ പോയി ചാടുപിടിക്കും. പക്ഷെ ആ കുഴപ്പത്തിൽ നമുക്കിപ്പോ പഠിക്കും. അതല്ല ഇനി ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിക്കും. അത് അല്ലാതെ പെർഫെക്റ്റ് ആയി മാത്രം പോണം എന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കണില്ല. ഇനിയും ഒരിക്കലും ഞാൻ അങ്ങനെ ആയിരിക്കില്ല. പെർഫെക്റ്റ് ആയിട്ട് മാത്രം ഒരിക്കലും പോണേ. എന്റെ ഭാഗത്തു നിന്നും ഉറപ്പായിട്ടും തെറ്റുകൾ ഉണ്ടാവാം. പക്ഷെ ആ തെറ്റുകൾ ഞാൻ പഠിക്കും. ഇപ്പൊ സിനിമ അഭിനയം ഓക്കെ, ഈ സിനിമയിലാണെങ്കിൽ പോലും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ബാലുചേട്ടന്റെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണാറില്ല. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒന്നും ബാലുചേട്ടനെ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞ പോലെ പേഴ്സണൽ ഇന്റർവ്യൂ പോലും കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്, എനിക്കൊന്നും പറയാനില്ലെന്നാണ് ബാലുചേട്ടൻ പറയാറ്. സോ അങ്ങനെ പേഴ്സണൽ ലൈഫ് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത, അതിങ്ങനെ ക്ലോസ്ഡ് ആക്കി വെക്കാൻ അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടർ ആണോ? അഭിപ്രായങ്ങൾ തുറന്നു പറയാനോ? പേഴ്സണൽ ലൈഫിന്റെ കാര്യമല്ല, ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തിൽ മാത്രമേ ഞാൻ അതിനകത്ത് കൂടുതൽ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇത്രയും ആളുകൾ ചിലപ്പോൾ ആളുകൾക്ക് നമ്മൾ അറിയായിരിക്കും. അപ്പൊ ആളുകളുടെ അടുത്ത് ഇപ്പം ചിലപ്പോൾ നമ്മൾ പറയുന്ന കേട്ട ആളുകൾ ചിലപ്പോൾ അത് ശരിയാണെന്ന് ചിലപ്പോ വിശ്വസിച്ച് പോകേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ കയറി പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമാണെങ്കിൽ പറയേണ്ട സമയത്ത് ഞാൻ പറയും. പക്ഷെ അല്ലാതെ എനിക്ക് വെറുതെ അവിടെ നിന്ന് ഇവിടെ നിന്ന് കേൾക്കുന്ന കുറെ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇനി നമുക്ക് ഒരു സെഗ്മെന്റ് ആണ്. ആക്ച്വലി നമ്മളിപ്പോ ചെറുപ്പകാലത്തെ സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞു, ഒരു ഇത്ര കരിയർ ഗ്രാഫ് പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ബാലുചേട്ടൻ അഭിനയിച്ച കുറച്ച് സിനിമകൾ പറയും, അതിനകത്തെ ക്യാരക്ടറുടെ നെയിം എന്താണെന്ന് ബാലുചേട്ടൻ തിരിച്ചു പറയണം. ഇങ്ങനൊരു പണി പ്രതീക്ഷിച്ചില്ലെന്നല്ലേ? സ്വന്തം ക്യാരക്ടർ നെയിം തന്നെയാ. ശരിയാണ്. അപ്പൊ ചോദിക്കട്ടെ, പുതിയ ക്യാരക്ടറിലേക്ക് വരുമ്പോ പുതിയ പേരൊക്കെ വരുമോന്നറിയാം. മാണിക്കക്കല്ല്. ബഷീർ. കറക്റ്റ്. കിങ് ലെയർ.
ആൻഡപ്പൻ. ആൻഡപ്പൻ. ഇതിഹാസ. ഇതിഹാസ ആ, ആ, ആ. പിക്കിയാണ്. ഉറപ്പാണോ? ആണോ? അല്ലേ? ആണോ? ആണെന്ന് തോന്നുന്നു. Yes, വിക്കി. ആണോ? അതെ. ഓ. വിജയ് സൂപ്പറും പൗർണമിയും. വിജയ് സൂപ്പറും പൗർണമിയില് ഉം. അയ്യോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. കിട്ടണില്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിജയ് സൂപ്പറും പൗർണമിയും. മച്ചാന്റെ പേര് വിജയ് എന്നായിരുന്നു. ആ, അതതെ. ആ പറഞ്ഞ അവന്റെ പേര് പൗർണമി എന്നായിരുന്നു. എന്റെ പേര് ടൈറ്റിൽ ഒന്നും ഇടാഞ്ഞോണ്ട് ഞാൻ മറന്നുപോയി. റോഷൻ. 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 Yes. Yes, yes. സുനാമി. ബോബി. ബോബി. ആൻഡ് സുമതി വളവ്. റീസെന്റ്. സുമതി വളവില് അമ്പാടി. ഞാൻ പറയായിരുന്നു ആലിലയിലുണ്ടായിരുന്നു തരാൻ വരുമായിരുന്നു. യെസ്, കറക്റ്റ് ആണ്. അപ്പൊ ഒരുവിധം ക്യാരക്ടേഴ്സ് ഒക്കെ ഓർമ്മയുണ്ട്. എന്റെ ദൈവമേ, ചങ്സിലെ ക്യാരക്ടറിനെയും ഞാനിപ്പം ഓർത്തെടുത്ത ചങ്സ് ഓർമ്മയുണ്ടോ? ചങ്സ് ഓർമ്മയുണ്ട്. അല്ല, ക്യാരക്ടറിന്റെ പേര് എനിക്ക് അറിയാം. പാട്ടിലൊക്കെ ഉണ്ട് പേര്. റൊമാരിയോ. റൊമാരിയോ. ഞാൻ മറന്നുപോയി ബാലുച്ചേട്ടാ. റൊമാരിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. പാട്ടിനകത്ത് ചങ്സ് ഒരു സൂപ്പർ സിനിമയായിരുന്നു ആക്ച്വലി. കാരണം ഒരു കോളേജ് ലൈഫ്, ശരിക്കും ബാലുച്ചേട്ടന്റെ ഒരു കോളേജ് ലൈഫ് ചങ്സ് സിനിമ പോലെ തന്നെ ആയിരുന്നു. എന്റെ കോളേജ് ലൈഫ് മറ്റേ മിക്സ്ഡ് ആയിരുന്നു. എന്റെ കോളേജ് ഈ പറഞ്ഞ പോലെ മെക്കാനിക് പോലത്തെ പരിപാടി ആയിരുന്നില്ല. പെണ്ണുങ്ങളില്ലാത്തൊരു സംഭവം അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ആ ഒരു പ്രശ്നം എന്റെ ക്ലാസ്സിലേ ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നു കോളേജ് ലൈഫ്? കോളേജ് ലൈഫ് സോ മച്ച് ഫൺ. അടിപൊളിയായിരുന്നു. എപ്പോഴും നമ്മൾ പറയുമല്ലോ, ഏറ്റവും ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉള്ള സമയമായിരുന്നു. എസ് എ ഗ്രാസിലെ അവിടെ തേവര കോളേജിലാണ് പഠിച്ചത്. നല്ല ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആയിരുന്നു. ഗംഭീര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഉണ്ട്. എന്റെ അതിപ്പോ കോളേജ് മാത്രമല്ല, എന്റെ സ്കൂൾ ഫ്രണ്ട്സ് വരെ എന്റെ കൂടെ ഇപ്പോഴും ഉണ്ട്. അപ്പോ അത്രയും ബ്യൂട്ടിഫുൾ മെമ്മറി കിട്ടിയേക്കുന്ന ഒരു സ്ഥലമാണ് കോളേജ്. അടിച്ചു പൊളി തന്നെയായിരുന്നു. പഠിത്തം ഉണ്ടായിരുന്നു. എന്റെ സൈഡിൽ കൂടി ഇങ്ങനെ പഠിത്തവും നടക്കുമായിരുന്നു. അത്യാവശ്യം പ്രശ്നങ്ങളും കോമഡികളൊക്കെ കോളേജിൽ ഉണ്ടാക്കുമെങ്കിലും പാസ്സായും പഠിച്ചൊക്കെ പോകുമായിരുന്നു. കാരണം വലിയ പ്രശ്നങ്ങൾ സാർമാർക്ക് അടിച്ചുപൊളി ലൈഫായിരുന്നു കോളേജ്. അടിച്ചുപൊളി ലൈഫായിരുന്നു. നല്ല അടിച്ചുപൊളി ലൈഫായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ സിനിമയിൽ വന്നതിന് ശേഷം ഒരു പ്രണയ വിവാഹമായിരുന്നു ഹെലീന. അപ്പം ശരിക്കും ആ ഒരു പ്രണയത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 5 വർഷം കഴിഞ്ഞു. ഓക്കെ, ഇപ്പോഴും എങ്ങനെയായിരുന്നു ആ ഒരു സമയം, ആ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ കണ്ട സമയമൊക്കെ? അല്ല, അത് അപ്പോഴും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അടിപൊളിയാണ്. ആ സമയത്ത് എന്റെ സുഹൃത്താണ്, ഇപ്പോഴും എന്റെ സുഹൃത്താണ്. അപ്പൊ അതാണ് ഒരു മാറ്റമില്ലാതിരിക്കുന്നത്. പണ്ട് അവള് വേറെ വീട്ടിലായിരുന്നു നിൽക്കുന്നത്. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ കൂടെ ഞങ്ങള് ഹാപ്പിയായിട്ട് ഒരു കുഞ്ഞുണ്ട്. നല്ല രസമായിട്ട്. ഏതെടുത്ത് പ്രണയം പറഞ്ഞ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? എവിടെയും പറഞ്ഞു ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. അല്ല, ഞങ്ങള് അതായിരുന്നു അങ്ങനെ ഒരു പ്രണയം അങ്ങനത്തെ ഒരു സംഭവം ആയിരുന്നില്ല. ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങള് ഒരു സിനിമയില് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഹായം ടോണില് ഒരുമിച്ച് അഭിനയിച്ചതാണ്. അപ്പൊ അവിടെ വെച്ച് ഞങ്ങള് നല്ല സുഹൃത്തുക്കളായി. അത് കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ആ സുഹൃത്ബന്ധം പരിപാടിനെ ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാന്ന് നമുക്ക്. എന്നൊരു പ്രപ്പോസൽ പോലും ഉണ്ടായിരുന്നില്ല? ഐ ലവ് യു മറ്റേ വന്ദനത്തിലൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണോ ഐ ലവ് യു പറയണേ? ആ ഒരു മൊമെന്റ്, അങ്ങനെ മൊമെന്റ് ഒന്നും ഉണ്ടായില്ല? ഐ ലവ് യു ഇപ്പൊ എല്ലാ ദിവസവും പറയാറുണ്ടായിരിക്കും. അല്ല, അന്നത്തെ ഇപ്പൊ അവളാണ് എന്റെ അടുത്ത് ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്നത് പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് പതുക്കെ അപ്പൊ ഞാനിപ്പോ അത് ഇഷ്ടം അങ്ങനത്തെ രീതിയിൽ ഫോർവേഡ് ചെയ്യണോ ഈ സുഹൃത്ബന്ധമായിട്ട് പോയത്. പക്ഷെ പിന്നീട് എനിക്ക് ആലോചിച്ചപ്പോഴും ഇത് ഭയങ്കര രസമുള്ള സുഹൃത്ബന്ധം. ഇതിനെ മാറ്റിക്കളയത് ഇപ്പൊ എന്തിനാണ് ഇപ്പൊ നമ്മള് സുഹൃത്തുക്കളായിട്ട് മാത്രം നിൽക്കേണ്ടത്? നമുക്ക് എപ്പോഴും കൊണ്ടുപോയാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഫോർവേഡ് ചെയ്ത് പോയതാണ്. ഇപ്പൊ ബാലു വർഗീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഫ്രണ്ട് സർക്കിൾ. ആസിഫിക്ക ആണെങ്കിലും അർജുൻ ചേട്ടനാണെങ്കിലും ഇപ്പം ഫ്രണ്ടിനെ തന്നെ കല്യാണം കഴിച്ചപ്പം ഒരു ഫ്രണ്ട്സിന് എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ബാലു എന്ന് പറയുമ്പോൾ കൂടെ കുറെ ഫ്രണ്ട്സ് ഉള്ള പോലെ. സോ ഞാൻ ചോദിക്കുവാണ്, ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ബാലു ചേട്ടന്റെ ലൈഫിൽ? ഇപ്പം നമുക്കൊക്കെ ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി പറയുമ്പോൾ ഏതെങ്കിലും ഒരു നെഗറ്റീവ് എങ്കിലും ഉണ്ടാവും. കാരണം ഒരു ഫ്രണ്ടെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനോട് അത്ര സത്യസന്ധത പുലർത്താൻ എനിക്കൊക്കെ അങ്ങനെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? അതോ ഈ സോ കോൾഡ് ഹാപ്പിനെസ് ആണോ? അല്ല, എനിക്ക് അങ്ങനത്തെ സുഹൃത്തുക്കളായിരിക്കും എന്റെ കൂടെ ഈ പറഞ്ഞ എന്റെ കോർ ഗ്രൂപ്പ് പോലെ നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ അവരുടെ ആരുടെയൊന്നും ചതി കിട്ടുമെന്ന് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെ എന്നെ ചതിക്കാൻ അവർക്കും പറ്റൂല, എനിക്ക് അവരെ ചതിക്കാനും പറ്റില്ല. അത് വളരെ വളരെ ഷുവർ ആയിട്ടുള്ള കാര്യമാണ്.
ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ പോലെ എന്റെ പണ്ട് മുതലേ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ സ്കൂൾ ഫ്രണ്ട്സ് മുതൽ എനിക്ക് ഇപ്പോഴും ഉണ്ട്. അവരും എന്റെ കൂടെ എപ്പോഴും ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ ഞങ്ങൾ ഒരുമിച്ച് എല്ലാരും കൂടി ഉണ്ടായിരുന്നു. കോളേജ് ഫ്രണ്ട്സും അപ്പൊ അവരും കോളേജ് ഫ്രണ്ട്സും ഇപ്പൊ കൂട്ടാണ്. അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് വലിയ വേറെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ സുഹൃത്ത് ബന്ധം ഞാൻ എപ്പോഴും ഭയങ്കര കാര്യമായിട്ട് വാല്യൂ കൊടുക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ പ്രശ്നക്കാരാണ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ഭയങ്കര ഒരു ക്ലോസ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പോവില്ല. നമ്മൾ പതുക്കെ മാറിയിരിക്കും. അത് ഞാനും അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകാറില്ല. പ്രശ്നക്കാരെ നോക്കി നിങ്ങൾ പ്രശ്നം ഉണ്ടായിക്കോ, ഞങ്ങള് പ്രശ്നമില്ലാത്ത ആൾക്കാർ വേറെ സൈഡിൽ കൂടി പോക്കോളാം, അത് നമ്മൾ നോക്കുള്ളൂ. വി ആർ ഹാപ്പി. നമ്മുടെ സൈഡിൽ കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് നോക്കുള്ളൂ. എന്നാലും അത് ഭയങ്കര ഒരു മാജിക്കൽ ആണ്. കാരണം ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു വൈബ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു. അല്ലെന്നേ, അത് എന്താ സംഭവിച്ചാല് നമ്മള് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ അതിന് വലിയ എഫേർട്ട് ഇടേണ്ട വരില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് മെയിൻറ്റെയിൻ ചെയ്യണ ഒരു പണിയായിട്ട് നമ്മൾ കാണണ്ടേ വരില്ല. അതിപ്പോ ചിലപ്പോ നമ്മള് ഈ പറഞ്ഞ ഇപ്പൊ അച്ചുവായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മച്ചാനായിട്ട് ഫോൺ എടുക്കാത്ത ഒരാളാണ്, പിന്നെയും ഇതെങ്ങനെ. അതാണ് നമ്മളിപ്പോ ചിലപ്പോ സംസാരിക്കേണ്ടി ചിലപ്പോ വരില്ല, കുറെ കാലമായിട്ടായിരിക്കും ചിലപ്പോ സംസാരിക്കേണ്ടി വരില്ല. പക്ഷെ നമുക്കറിയാം എന്തായിരിക്കും ഞങ്ങളെ ഫോണത്തില് വച്ചാൽ എടുക്കൂല, അറിയാലോ. പക്ഷെ നമ്മള് ചില പിടിച്ചേറി ചെല്ലും, എവിടെ പോയി നേരെ പോയി കാണും. ഗണുവായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും ഞങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വലിയ എഫേർട്ട് ഇട്ട് സുഹൃത്ബന്ധം നിലനിർത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ എടുത്തു വെക്കുകയാണ്. ഞാൻ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ പേരെടുത്ത് വെച്ചിട്ടുണ്ട്. അവരെ പറ്റി ഓർമ്മ വരുന്ന ഒരു ഇൻസിഡന്റ് ഞാൻ പേര് പറയും. അപ്പം അവരെ പറ്റി ഏറ്റവും മെമ്മറബിൾ ആയിട്ട് അവരുടെ പേര് കേൾക്കുമ്പോ തന്നെ എന്താണ് ഓർമ്മ വരുന്നത് അത് പറയാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ആദ്യം തന്നെ ആസിഫിക്ക. മച്ചാനായിട്ട് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട് എനിക്ക് മനസ്സിൽ. ഫ്ലാഷ് കട്ടുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പല ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് മെമ്മറബിൾ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. കാര്യം അതും എന്റെ ജീവിതത്തിൽ തന്നെ ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റുള്ള സമയമായിരുന്നു. ഹണിബിയുടെ റിലീസിന്റെ ദിവസം. അപ്പൊ ഞാൻ അന്നേ വരെയും ഓരോ ചില സിനിമകളിൽ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ്, ഈ പറഞ്ഞ ചെറുപ്പവേഷങ്ങൾ, അത് ഒരു സീൻ 2 സീൻ എന്നൊക്കെ പറഞ്ഞ് ചെയ്ത് പോയിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീടാണ് ഒരു വലിയൊരു ക്യാരക്ടർ, ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ക്യാരക്ടർ കിട്ടുന്നത്. ജീൻചേട്ടൻ ഹണിബിയിൽ തന്നു ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോ അങ്ങനെ ചെയ്തു. പടം റിലീസിന്റെ ദിവസം അബാദ് ഹോട്ടലില് നമ്മുടെ കവിതയിലാണ് പടം റിലീസ് എറണാകുളത്ത് ഉണ്ടായിരുന്നത്. അപ്പോ കവിതയില് നമ്മൾ അബാദില് സൈഡിൽ, അപ്പൊ നമ്മൾ സൈഡിൽ നിന്ന് റൂം എടുത്തിട്ട് നമ്മൾ തിരക്ക് വരുന്നതൊക്കെ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കലും പരിപാടികൾ അതെപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മൾ ഫസ്റ്റ് ഡേ റിലീസിന്റെ സമയത്ത്. ഇത് മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ തിയേറ്ററിലേക്ക് പോകാനുള്ള ആ ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല. എന്റെ കൈയും കാലും കിടന്ന് പിറക്കുകയാണ് തിയേറ്റർ. ഇത് സിനിമ തിയേറ്റർ, നമ്മൾ പോയിട്ട് വേറെ സാധനമൊക്കെ ഇത്ര വലിയൊരു മുടിയൊക്കെ വെച്ച് ഞാൻ എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്, എന്റെ പൊന്ന് സീന എന്നൊക്കെ പറഞ്ഞ വേറെന്തോ ഭാഷ, ഇത് കോമഡി ആയിരിക്കും, എന്താണിത് വർക്കാവോ? അത് ഈ ഹ്യൂമർ പടങ്ങളെല്ലാം ഏറ്റവും വലിയൊരു സംഭവമാണ്. എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയത്. ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ ഇത് എന്തോ അവിടെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്നേ പറയുള്ളൂ. അപ്പൊ വേറൊരു അവസ്ഥയിലായിരുന്നു ഇരിക്കണേ. എന്റെ കൈയും കാലം വരച്ച് തിയേറ്ററിലേക്ക് പോകാൻ പറ്റാത്തൊരു അവസരം ഇരിക്കുമ്പോൾ മച്ചാൻ കയറിയിരുന്നു. അവിടെ കയറി വന്നിട്ട് സിനിമയുടെ സമയം പോവാന്നുകൊണ്ട് എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ അവിടെ വെച്ചു. പക്ഷെ എന്റെ കൈ പിടിച്ച് ഇയാള് വലിച്ചുകൊണ്ട് പോയി തിയേറ്ററിനകത്ത് കൊണ്ടുപോയി പുള്ളിയുടെ കൂടെ ഇരുത്തി. ഞാനും അച്ഛൻ്റെ വൈഫ് അമ്മയും കൂടി, ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ടാണ് സിനിമ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ ഞാൻ പ്ലീസ് പൊക്കോട്ടെ, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ആർക്കും എന്നെ അറിയാൻ കൂടി പാടില്ല, ഞാൻ ആ സിനിമ ആദ്യമായിട്ട് ചെയ്യുന്ന പോലെയാണ്. പക്ഷെ ആ പടം കണ്ടു തുടങ്ങി നമ്മളുടെ ഹ്യൂമറും കാര്യങ്ങൾക്ക് ആൾക്കാർ കൈയടിയൊക്കെ കിട്ടുമ്പോ അപ്പൊ കിട്ടിയൊരു സുഖം ഇപ്പൊ പല സിനിമകളും നമുക്ക് പിന്നെ അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു സുഖം വളരെ ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ആ സുഖം എനിക്ക് തന്നത് മച്ചാൻ അന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ സുഖം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ചിലപ്പോ നമ്മൾ പിന്നീട് കുറെ കാലം കഴിഞ്ഞ് നമ്മുടെ സിനിമകൾ ഇപ്പോ നല്ലതാണോ ചീത്തയാണോ നമ്മൾ കുറച്ചും കൂടി ഈ പരിപാടിയിലേക്ക് കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോ അത്രയും വലിയൊരു സുഖം ഉണ്ടാവില്ലായിരിക്കും. ഇതെനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് ഇത്രയും നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് ഇരുന്ന് ഈ നമ്മള് ചെറുപ്പം തുടങ്ങി പോയി കണ്ടിരുന്ന കവിതാ തിയേറ്ററിൽ ഇത്രയും വലിയ ആൾക്കാരുടെ കൂടെ ഇരുന്ന് ആ കയ്യടി കിട്ടിയപ്പോ കിട്ടിയൊരു സുഖമില്ലേ, അതെനിക്ക് സമ്മാനിച്ച മച്ചാനാണ്. അപ്പൊ എനിക്കത് ഭയങ്കര മെമ്മറബിൾ ഒരു മൊമെന്റ് ആണത്. സൂപ്പർ. അടുത്തത് ഭാവന. അതൊരു ഹണിബി ബന്ധം അല്ലേ? അതിനു മുമ്പ് നമുക്ക് വീട്ടിലേക്ക് വന്ന് ലാലങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു ഭയങ്കര സംഭവം. ഒരു കാര്യം ഹണീബിക്ക് മുമ്പ് ഭാവന നമ്മള്
നോക്കുമ്പോൾ മറ്റേ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ആ സമയത്ത് തമിഴും തെലുങ്കും പരിപാടിയും കുറെ മലയാള സിനിമകൾ ചെയ്യുന്ന ഭാവന എന്ന വലിയ നടി ആ സംഭവമായിരുന്നു. നമ്മളിപ്പോ ഇന്റർവ്യൂലും ടി വിയിലൊക്കെ കാണുന്ന ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുന്ന നടിയായിരുന്നു. പക്ഷെ ആ സിനിമയിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾ ഷൂട്ട് ചെയ്ത് നമ്മളെല്ലാരും കൂടി സെറ്റ്, അപ്പൊ ഭയങ്കര രസമുള്ള ഗ്രൂപ്പ് തന്നെയായിരുന്നു. ഹണീബിനെ തന്നെ ഇപ്പൊ മച്ചാനായാലും ബാസി ആയാലും ബാബുവേട്ടൻ, അപ്പൊ എല്ലാരും വേറൊരു വൈബ് അതിനകത്ത് ഉണ്ടായി കഴിഞ്ഞപ്പോ പിന്നെ ആ ഫോട്ടോ ഫ്രെയിം എടുത്ത് ഞാൻ മാറ്റിക്കളയായിട്ട് വന്നു. പക്ഷെ ഒരു ഗംഭീര സുഹൃത്തിനെയും ഗംഭീര സിസ്റ്ററിനെയും കിട്ടി. അപ്പോ അത് ഭയങ്കര രസമുള്ള ഇൻസിഡന്റ്. ഈ പറഞ്ഞ ഇതിനായിരുന്നു ഭയങ്കര ജാളിയായിട്ടൊക്കെ നിൽക്കണ പോലത്തെ രീതിയിൽ നിന്നിട്ട് ഷൂട്ടിന്റെ സമയത്ത് നമ്മള് ലക്ഷദ്വീപിൽ പോയി ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ഭയങ്കര അഭിനയമൊക്കെ അഭിനയിച്ച് വെള്ളത്തിൽ വെച്ചായിരിക്കും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സാധനം കിട്ടിയ അപ്പൊ ഞെട്ടിത്തെറിച്ച് കരഞ്ഞ് വേറൊരാളായി തന്നെ മാറുന്ന ഒരു ഭാവന നമുക്ക് കാണാൻ പറ്റിണ്ടായിരുന്നു. അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു മെമ്മറി ആയിരുന്നു ലക്ഷദ്വീപ് ഷൂട്ട് സമയത്തുണ്ടായിരുന്നു. ഇപ്പോഴൊരു ഹണീബി എല്ലാരും കീപ്പ് ഇൻ ടച്ച് ആണോ? എല്ലാരുമായിട്ടും കണക്ഷൻ? എല്ലാരും കാണാറ്. ഇപ്പൊ ബാസിയായിട്ടാണെങ്കിലും മച്ചാൻ നമ്മൾ എപ്പോഴും കാണാറുണ്ട്, ബാസിനെയും കാണാറുണ്ട്. ബാബുവേട്ടനെ ഇപ്പൊ ഫങ്ഷൻസും പരിപാടിയിൽ വെച്ചാണ് കാണുന്നത്. പക്ഷെ ഇപ്പോഴും അതേ ബന്ധമുണ്ട്. അതാണ് നിങ്ങളുടെ ആ ഒരു വൈബ്. അത് മലയാളികൾക്ക് എന്നും ആ ഒരു വൈബ് അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. ഹണീബി ഇറങ്ങി ഇത്ര നാളായി. നമ്മളിപ്പോ നടികരിലും ചെയ്തായിരുന്നു. അപ്പൊ ബാനർജി കുറച്ച് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നെങ്കിലും നമ്മളുടെ കൂടെ തന്നെ ഫുൾ ഉണ്ടായിരുന്നു. ഭയങ്കര കാര്യമായിട്ട് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തതും ഷൂട്ട് കഴിഞ്ഞ് പോയതും. ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് പ്രൊമോഷനിലൊക്കെ ഞങ്ങളുടെ അത്രയും ഫുൾ ഓൺ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്ത ആള് ഗണപതി, ഗണു. ഗണുവിനെ പറ്റിയുള്ള മെമ്മറിയോ? ഗണുവിനെ പറ്റിയുള്ള മെമ്മറി സിനിമയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ഏറ്റവും ഒരു മെമ്മറബിൾ പറയാൻ ഗണപതി കേക്കണേ. ഗണു അത് ഗണു ശരിക്കും എന്റെ ബ്രദർ പോലെയാണ്. ശരിക്കും ഒരു അനിയൻ പോലെ തന്നെയാണ്. കാര്യം അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എന്റെ വൈഫിനും അങ്ങനെ തന്നെയാണ്. ഞങ്ങള് ദുബായിൽ ഒരു പടത്തിന് ഷൂട്ടിന് കോവിഡിന്റെ സമയത്ത് പോകേണ്ട വന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഇപ്പൊ കോവിഡ് ലോക്ക്ഡൌൺ പോലത്തെ പ്രശ്നം വന്നു. നമുക്ക് പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്ന് അവിടെ സ്റ്റക്കായിരുന്നു. അപ്പൊ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. എന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരുന്നു. അവൾക്ക് വലിയ വയറുണ്ട്. പക്ഷെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ വേറൊരു അവസ്ഥയിലേക്ക് പോകുന്ന കാര്യങ്ങള്. പലർക്കും പനി പിടിച്ചു തുടങ്ങി. അപ്പൊ അത് കാരണം എല്ലാരും മൊത്തം അടച്ചിട്ട മുറികളിൽ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു. പക്ഷെ അപ്പൊ നമ്മളുടെ കൂടെ ഞങ്ങളുടെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഗണു. അത് അവളെയും അത്ര കാര്യമായിട്ട് നോക്കി, എന്നെയും അങ്ങനെ കാര്യമായിട്ട് നോക്കി, ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങനെ വന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളർന്ന ഒരു രീതി ഭയങ്കര വ്യത്യസ്തമായിരുന്നു. കാര്യം ഒരു ആക്ടറിൽ നിന്ന് എന്റെ ഓൺ ബ്രദർ എന്നുള്ളൊരു രീതിയിലേക്ക് അവിടെ വെച്ച് മാറിയപ്പോ എനിക്കത് എന്റെ വൈഫിനെയും പ്രൊട്ടക്ട് ചെയ്യണ കണ്ടപ്പോ അത് ഭയങ്കര ഒരു വലിയ മൊമെന്റ് മാത്രമല്ല, ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഞങ്ങൾ മാത്രം ഒരു ബിഗ് ബോസ് ഹൗസ് പോലെ ഒരു വീട്ടില് ഞാനും അവളും അപ്പുറത്തിനത് ഗണും അങ്ങനെയായിരുന്നു. അപ്പൊ അത് രസമുള്ളൊരു സമയം തന്നെയായിരുന്നു. രസമില്ലാത്ത സമയമായിരുന്നു, പക്ഷെ അത് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഭയങ്കര രസമുള്ള സമയം. ഒന്നാമത്തെ കോവിഡ് ടൈമും ആദ്യമായിട്ട് അച്ഛനാവാൻ പോകുന്ന ആ ഒരു ടൈമും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ലൈക്ക് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത്, എങ്ങനെ ആയിരുന്നു ശരിക്കും കോവിഡ് ടൈം? എല്ലാരും ഉള്ളിലാണ്, കാരണം നമ്മളെ ആരെയും കാണുന്നില്ല, ഇങ്ങനൊരു സ്റ്റേജിലൂടെ പോകുന്നു. അപ്പൊ ഓഫ് കോഴ്സ് അച്ഛനാവാൻ പോകുന്നു. ആ ഒരു ടൈം എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തത്? എങ്ങനെയായിരുന്നു? അല്ല, നമ്മള് ആ സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു, അടിച്ചുപൊളി തന്നെയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഞങ്ങളിപ്പോ ഈ ഷൂട്ടിന്റെ സമയത്ത് ഈ പനി അടിച്ചായിരുന്നു അവിടെ. പക്ഷെ അപ്പോ അവിടെ പുറത്തും കൂടെ ഇപ്പോ ഭയങ്കര പുറത്തിറങ്ങാൻ പറ്റാതെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ ഇറങ്ങാൻ പറ്റാതെ എങ്ങനെ? അതാണ്. അപ്പൊ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഗണുവായിരുന്നു. ഗണു കൂടെ ഉണ്ടായിരുന്നു. ഗണുവിനെ വിട്ടിട്ടായിരുന്നു ഗണുവായിരുന്നു മൊത്തം നമ്മളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിച്ച് നമ്മളെ കൂടെ തന്നെ ഉണ്ടായ ആള് ഗണുവായിരുന്നു. അടുത്ത് നമുക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല, അർജുൻ ചേട്ടൻ. അച്ഛൻ്റെ ഏറ്റവും നല്ല മെമ്മറി എന്നൊക്കെ പറയുമ്പോ അത് നമ്മളുടെ എപ്പോഴും എല്ലാ ഓർമ്മകളും ഭയങ്കര നല്ല ഓർമ്മകളാണ്. പക്ഷെ ഒരു സാധനം എടുത്ത് പറയുന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് അറിയില്ലാത്തത്. പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ? ഒരു വേർഡ് ആണെങ്കിലും പറഞ്ഞാൽ മതി. അർജുൻ എന്ന് പറയുമ്പോ അച്ചുവൊക്കെ ഞങ്ങൾക്ക് ചെയ്ത വേറൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങള് ഗോവയില്
ഷൂട്ട് മറ്റേ എന്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹണിമൂൺ എന്ന് പറഞ്ഞ പോയത്. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് അന്ന് രാത്രി തന്നെ എല്ലാരും കൂടി ഞങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിൾ, ഈ പറഞ്ഞ നമ്മള് മെയിൻ കോർ ഗ്രൂപ്പ് എല്ലാരും അവരുടെ ഭാര്യമാര് എല്ലാരും ഒരു ട്രെയിനിന്റെ ഒരു വലിയ കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്തിട്ട് ഞങ്ങള് നേരെ ഗോവ പോയി. അവിടെ പോയി അവിടെ ഒരു പിറ്റേ ദിവസം കൂടി അവിടെ ചുമ്മാ കറങ്ങി കിടക്കായിരുന്നു. ഒരു ഷാക്കിലിരുന്ന് ഞങ്ങള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ അച്ചു നേരെ ഓടി വന്നിട്ട് ഞങ്ങൾക്ക് ചെറിയ പ്രശ്നമുണ്ട് അവിടെ, മൃദുലും വേറെ ആയിട്ട് പ്രശ്നം പെട്ടെന്ന് വരുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിളിച്ച്. അപ്പൊ ഞാനും ആസിയും പെണ്ണുങ്ങളും എല്ലാരും കൂടി ഓടി പുറത്തേക്ക് വന്നത്. അപ്പൊ ഞങ്ങക്ക് അച്ചുവിന്റെ സർപ്രൈസ് ആയിരുന്നു. 3-4 ഹാർലി ഡേവിഡ്സൺ ബൈക്കുകൾ ഞങ്ങൾക്ക് അവിടെ കൊണ്ടേ മറ്റേ ഗോവ ഇനി നമ്മൾ 4 ദിവസം ഹാർലിയിലാണ് പൊളിക്കുന്നത് കൊണ്ടുവച്ചത്. എല്ലാവരും മറ്റേ വണ്ടി ഫുൾ തോട്ടിലൊക്കെ ചെയ്തൊരു ഭയങ്കര രസമുള്ളൊരു മൊമെന്റ് അവൻ അവിടെ ഉണ്ടാക്കി തന്നായിരുന്നു. ഇത്രയും പേരും നമ്മൾ ഇത്രയും ഫ്രണ്ട്സും എല്ലാരും നോക്കിയപ്പോ പുറത്തേക്ക് ഞങ്ങൾ ഇറങ്ങുന്ന മൊത്തം എല്ലാരും ഡിയോല കിടക്കും, ഞങ്ങൾ ഇത്രയും പേര് ഹാർലിയിലായിരുന്നു ഗോവ മൊത്തം അഭിനയിച്ചത്. അപ്പൊ അത് ഭയങ്കര രസമുള്ളൊരു മൊമെന്റ് ആയിരുന്നു അച്ഛനുണ്ടെങ്കിൽ. എല്ലാവരും ടെൻഷൻ അടിച്ചെങ്കിലും ഓടിച്ചെന്ന് പ്രശ്നം എന്നൊക്കെ പറഞ്ഞപ്പോ ഭയങ്കര സർപ്രൈസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുതന്നായിരുന്നു. അതുപോലെ നിങ്ങളൊക്കെ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നവരാണോ അതോ പ്ലാൻ ചെയ്ത് ട്രിപ്പ് നടക്കാത്ത പരിപാടികൾ മിക്കവാറും ഉണ്ടാവാറുള്ളത്. പക്ഷെ പ്ലാൻ ചെയ്യാത്ത ട്രിപ്പുകൾ എപ്പോഴും പെട്ടെന്ന് നടക്കും. അതാണ് എന്റെ കാര്യത്തിൽ എപ്പോഴും സംഭവിക്കാറില്ല. നമ്മള് വലിയ കാര്യമായിട്ട് പ്ലാനിങ് ഉണ്ടാവാറില്ല. ഞങ്ങള് കഴിഞ്ഞ ട്രിപ്പ് വരെ പോയത് ആ ദിവസം പ്ലാൻ ചെയ്ത് വൈകിട്ട് അന്ന് രാത്രിത്തെ ഫ്ലൈറ്റിൽ പോകുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്റർനാഷണലൊക്കെ പോകുന്നത്. അങ്ങനെ കിട്ടി. ഇനിയിപ്പം ബബ്ബ റിലീസിലാണ്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ദിലീപേട്ടനുമായിട്ട് 2016 കിങ് ലെയർ ഇറങ്ങുന്നത്. ഇപ്പം ഒരു ഡെക്കേഡിന് ശേഷം ദിലീപേട്ടനുമായിട്ട് വീണ്ടും ഒരു കോംബോ. അപ്പം എങ്ങനെയാണ് ആ ഒരു സിനിമ ബബ്ബയിലെ എങ്ങനെ റോളാണ്? കിങ് ലെയറിലെ പോലെ തന്നെ അണ്ണൻ റോളാണോ? അല്ല, ഇപ്പൊ ക്യാരക്ടറെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാൻ പറ്റൂല. അതാണ് ഇപ്പൊ അതിന്റെ ഇതിനകത്തും ട്രെയിലറിനകത്തൊന്നും അങ്ങനെ ഭയങ്കര കാര്യമായിട്ട് റിവീൽ ചെയ്തിട്ടില്ല അല്ലെ ക്യാരക്ടറിനെ പറ്റി. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ് മൊത്തം സിനിമയുടെ. ഒരു ടോട്ടൽ മാഡ്നസ് വേറൊരു രീതിയിലാണ് പടം മൊത്തം ചെയ്തിരിക്കുന്നത്. അപ്പോ അതിനകത്ത് എനിക്ക് ഒരു ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് മാഡ്നസ് ഐ എം സോ ഹാപ്പി. ഞങ്ങൾക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാമോ ഹ്യൂമർ? കാരണം നിങ്ങളുടെ ഹ്യൂമർ ഒരു രക്ഷയില്ല. കാരണം എത്ര വർഷങ്ങൾ ഇങ്ങനെ പോയാലും കിങ് ലെയറിനുള്ള ആ ഹ്യൂമർ ഉണ്ട്. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കിങ് ലെയറിനെ പോലെ ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. വേറൊരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് ഇയാളുടെ. അത് സിനിമ കണ്ടാലും മനസ്സിലാവുള്ളൂ, പറയാൻ പാടില്ല. ആൻഡപ്പൻ എന്ന ആ ഒരു ക്യാരക്ടർ അത് എത്രത്തോളം എൻജോയ് ചെയ്തതാണ്? എങ്ങനെയായിരുന്നു ആ സെറ്റിൽ ദിലീപേട്ടനുമായിട്ട് ഫസ്റ്റ് മൂവി? അത് ഭയങ്കര എൻജോയ് ചെയ്തേക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കാര്യം നമ്മൾക്ക് ചില സെറ്റുകളിലെ നമുക്ക് അങ്ങനത്തെ ഒരു ഫ്രീഡവും അങ്ങനത്തെ ഒരു ലൈസൻസും കിട്ടുള്ളൂ. എന്തും ഇവിടെ നമുക്ക് എന്തും പറ്റി നോക്കാം എന്നുള്ള സാധനം ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ കാര്യം ദിലീപേട്ടൻ തന്നെയായിരുന്നു കേട്ടോ. കാര്യം ഒരു സാധനം ഇപ്പൊ നമ്മള് പല മിമിക്രിക്കാരും പല ആൾക്കാരും കാണിക്കണ കണ്ടിട്ടുണ്ട്. ദിലീപേട്ടൻ ഇങ്ങനെ ചെയ്താലും എന്നൊക്കെ പറഞ്ഞ് കാണിക്കണായിട്ട് പറയണം. പക്ഷെ അത് ശരിക്കും ഭയങ്കര അടിപൊളി ഒരു സംഭവമാണ്. ഒരു ഡയറക്ടറിനെ സംബന്ധിച്ച് കോമഡിയിൽ ഇത്രയും ഓപ്ഷൻസ് കിട്ടുമ്പോ അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ നമുക്ക് ഏത് വേണം. അപ്പൊ ആ കൈൻഡ് ഓഫ് സിനിമകൾക്ക് അത് ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോ അങ്ങനെ ചെയ്യുന്ന ഒരാള് നമ്മുടെ കൂടെ, അപ്പൊ നമ്മൾക്കും അപ്പൊ എന്നാ പിന്നെ ഇങ്ങനെ ഞങ്ങൾക്ക് ചെയ്ത് നോക്കിയാലുള്ള സാധനം നമുക്കും വരും. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. ദിലീപേട്ടൻ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്തിട്ടാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം സ്പോട്ടിലായിരിക്കും ചിലപ്പോ ഒരു കോമഡി കൗണ്ടർ ഒക്കെ പറയാ. അപ്പൊ അതിനോട് പിടിച്ചു നിൽക്കണമല്ലോ നമ്മള് ഓപ്പോസിറ്റ് നിന്ന്. അങ്ങനെ കിങ് ലെയറിൽ അങ്ങനെ ഫോം ചെയ്ത ഏതെങ്കിലും സീക്വൻസ് ഉണ്ടായിരുന്നോ അപ്പൊ തന്നെ? അതിനകത്ത് അങ്ങനെ ആയിരിക്കില്ല, സ്ക്രിപ്റ്റഡിന്റെ അല്ല, സ്ക്രിപ്റ്റഡ് ഉണ്ടാവും. പക്ഷെ അതിനകത്ത് ഇംപ്രവൈസ് ചെയ്യണ കാര്യങ്ങള് മിക്കവാറും അതിനകത്ത് സംഭവിക്കുന്നത് ഇപ്പൊ മറ്റേ സീനിന് മുമ്പ് നമ്മളിരുന്ന് പിന്നെയും പെർഫോം ചെയ്യും. അങ്ങനെ പറയുമ്പോ ആ സമയത്ത് അപ്പൊ ലാലങ്ങളുണ്ടാവും കൂടെ. അപ്പൊ ലാലങ്ങളായിരിക്കും ഇത് പ്രോപ്പറായിട്ട് റെഫർ ചെയ്ത് നിൽക്കുന്നത്. എടാ ഇങ്ങനെ പറ അപ്പൊ അപ്പൊ ലാലങ്ങൾ തന്നെ പറയാം, എടാ അന്ന് ഇങ്ങനെ കൂടി പറ. അപ്പൊ ദിലീപേട്ട അങ്ങനെയാണ് ഞാൻ ഇതും പറയും. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. അപ്പൊ ഓരോ സാധനങ്ങള് ഒരു ചെറിയ ഐറ്റം ആയിരിക്കുള്ളൂ. അപ്പൊ അത് വളർന്ന് വലുതായി ഒരു വലിയ സീനിൽ വരെ ആയി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ മറ്റേ ഫോൺ വിളിക്കുന്ന സീനൊക്കെ അത് ആദ്യം ഒരെണ്ണം ഷൂട്ട് ചെയ്തതാണ്. എന്നിട്ട് അത് പിന്നീട് വലുതായി പോയതാണ്. മറ്റേ കാതറിന്റെ വൈഫാ മറ്റേ ഫുള്ളിന്റെ ഹാഫ് പൈന്റ്, അതൊക്കെ പിന്നെ വലുതായി പോയ കാര്യങ്ങളാണ്. അത്ര ഉണ്ടായിരുന്നില്ല ഒന്നും. ചെയ്തു വന്നപ്പോ അത് പറഞ്ഞ് പിന്നെ അതങ്ങനെ വലുതായി പോയതാണ്. അത് കൂടാതെ ശരിക്കും അപ്പോഴത്തെ ഒരുപാട് വേറെ സീക്വൻസുകളും ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ മഹാത്മാഗാന്ധിയുടെ അല്ല, ഒരുപാട് പടത്തിൽ ഉപയോഗിക്കാത്തതും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ
അത് ഭയങ്കര ചെറിയ ചെറിയ കുറെ സാധനങ്ങള് ലെങ്ത് കൊണ്ട് പോണ്ടാവുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് നമുക്ക് ആലോചിക്കുമ്പോ ഷോ നല്ല സാധനം വരുന്നത് കളയരുതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് തോന്നിയ കുറെ ഐറ്റംസ് ഉണ്ട്. ആ സിനിമ ഫുൾ പാക്ക് ചെയ്തിരിക്കുന്ന ഒരു ഹ്യൂമർ ടച്ചിലായിരുന്നു. ഫുൾ അതെ, അതിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയായിരുന്നു. അത് അവര് ഡിസൈൻ ചെയ്തേക്കണ തന്നെ മൊത്തം ഹ്യൂമറില് ഒരു ഇങ്ങനത്തെ ഒരു നുണന്റെ കഥ പറഞ്ഞു പോവാ. പെട്ടെന്ന് നമുക്ക് പുറത്തുനിന്നൊക്കെ ഉള്ളവർക്ക് ഒരു സിനിമേനെ വാല്യൂ ചെയ്യുമ്പോൾ കോമഡി ഒക്കെ അഭിനയിക്കാൻ ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ കൗണ്ടേഴ്സ് വരാൻ പാടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ഷെയ്ഡ് ചെയ്തതുകൊണ്ട് ബാലുചേട്ടൻ ഏറ്റവും ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയ ഒരു ഏത് റോള് ചെയ്യുമ്പോഴായിരിക്കും? ഏതൊരു ഷെയ്ഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ? ഇമോഷണൽ ചെയ്യുമ്പോഴാണോ, ഹ്യൂമർ ചെയ്യുമ്പോഴാണോ? അങ്ങനെയൊന്നും അത് പറയാൻ പറ്റില്ല. നമുക്കത് പാടുന്നില്ല, കുറച്ച് എഫേർട്ട് കൂടുതൽ അല്ലെങ്കിൽ ഓരോന്നിനും കൊടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അല്ല ഇത് ഈ പറഞ്ഞ പോലെ അങ്ങനെ മറ്റേ ഇന്ന് കോമഡി, ഇന്ന് വേറൊരു ഐറ്റോട്ട് പോവാ, അങ്ങനെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് എല്ലാം വരുന്നതാണ്. സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും പ്ലാൻ ചെയ്യുന്നത്? ഒരു ക്യാരക്ടർ ഇപ്പം ആൻഡപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ കയ്യിൽ കിട്ടുമ്പോൾ സെൽഫ് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ, അതെങ്ങനെയായിരിക്കും ഓരോ സിനിമയിലും ബാലുചേട്ടൻ ചെയ്യാറ്? ഇപ്പൊ അല്ല, ഇപ്പൊ ആ ക്യാരക്ടറിന് അങ്ങനെ ഭയങ്കരമായിട്ട് പ്ലാനിങ് പരിപാടിയല്ല. നമുക്ക് അതിനകത്ത് ഡയലോഗ്സിനകത്തുള്ള പ്ലാനിങ് ആണ് നമുക്ക് വേണ്ടി വരിക. ഇങ്ങനെ പറയും, അതിന്റെ കൂടെ ഇങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ പ്ലാനിങ് ആയിരിക്കുള്ളൂ കൂടുതൽ നമുക്ക് വേണ്ടി വരിക. ഇപ്പൊ ഈ പറഞ്ഞ അല്ലാണ്ടുള്ള പ്ലാനിങ് വേണ്ടി വരും. ഇപ്പൊ നമ്മുടെ ജാനമല്ല ക്യാരക്ടർ ചെയ്തപ്പോ, മോനിച്ചൻ തന്നെ ക്യാരക്ടർ അതൊക്കെ ചെയ്തപ്പോ അതിനകത്ത് നമുക്ക് ആ ക്യാരക്ടറിന് അയാൾ ഒരുപാട് മാനസികാവസ്ഥയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അയാൾക്ക് ഈ പറഞ്ഞ ഡിപ്രഷനാണ്. ഈ ജോയ്മോന്റെ ബേസിൽ ചെയ്യുന്ന ക്യാരക്ടറിന്റെ അതേ പ്രശ്നം തന്നെയാണ് ഇയാളുടെ. ഒറ്റപ്പെടലാണ് ഇയാളുടെയും പ്രശ്നം. ഇയാളെ അച്ഛനും പെങ്ങന്മാരും ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു നാട്ടിലേക്കൂട്ട് അവിടെ ഒറ്റക്കാക്കിയേക്കാണ്. അപ്പൊ ഇയാൾ ഇത്രയും സ്നേഹിച്ച അച്ഛനും പെങ്ങളും ഇയാളെ അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇയാളുടെ മനസ്സിൽ കൂടി കടന്നു പോണത്? ഇയാള് അച്ഛൻ മരിച്ചിട്ടും ഇയാൾക്ക് മറ്റേ ശരിക്കും അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അയാൾ ഇഷ്ടം കാണിക്കാത്തത്? ഇയാള് കള്ളു കുടിച്ച് നടക്കണ എന്തുകൊണ്ടാണ്? അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ആ ക്യാരക്ടറിന് അങ്ങനത്തെ കുറെ ക്യാരക്ടേഴ്സ് അതിനകത്തേക്കാണ് നമുക്ക് കൂടുതൽ അങ്ങനെ ചിന്തിക്കാനുണ്ടായിരുന്നത്. ബാക്കി ഇപ്പൊ ഹ്യൂമർ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരുപാട് വേറെ ലെവൽ ചിന്ത അല്ലാതെ നമുക്ക് ഈ കോമഡി അതിനകത്ത് കൂടുതൽ കോമഡി നമുക്ക് കയറ്റാന്നുള്ള മാത്രമേ നമ്മൾ നോക്കണമെന്നുള്ളൂ. അപ്പൊ ഒന്നും അത് എഫേർട്ട് അല്ല, അത് ഈ പറഞ്ഞ ഒരു രസമുള്ള ഒരു ഹോംവർക്കാണ്. ഇപ്പൊ സിനിമ അല്ലായിരുന്നെങ്കിൽ സെക്കൻഡ് ഓപ്ഷനെ പറ്റി എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? ഫിലിം അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ബാലുചേട്ടന്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടായിരുന്നെ? എനിക്ക് അറിഞ്ഞുകൂടുന്നത് എന്തായിരിക്കും? ബിസിനസ് ഒക്കെ പറഞ്ഞായിരുന്നു പണ്ട്. ഞാൻ അതിനു വേണ്ടിയായിരുന്നു പഠിച്ചിരുന്നതെല്ലാം. പക്ഷെ ഈ പറഞ്ഞ നമ്മള് പറയില്ല, ഇപ്പൊ കള്ളക്കടത്ത് നടത്താം, പക്ഷെ എന്തടുത്ത് കടത്തും എന്ന് പറഞ്ഞാല് എന്ത് ബിസിനസ് എന്ന് പറയുമ്പോ ബിസിനസ് പരിപാടിയായിരുന്നു. ഞാൻ MBA ഒക്കെ ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ എന്ത് ബിസിനസ് ചെയ്യും, എന്തിന്റെ പുറകെ പോകുന്നത് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇതിലൊരു ബിസിനസ്സുകാരനായ. അതുപോലെ തന്നെ ഇഫ് എ മൂവി ഡിമാൻഡഡ് യു ടു ആക്ട് ആൻ ഏലിയൻ, ബോക്സർ ഓർ ഒരു ആർമി ഓഫീസർ, ഏതായിരിക്കും ബാലുചേട്ടൻ ചൂസ് ചെയ്യുക? ഒരു മൂവിയിലേക്ക് ഒരു ക്യാരക്ടർ വരുന്നു, അല്ലെങ്കിൽ ഒരു ഏലിയൻ, അല്ലെങ്കിൽ ഒരു ബോക്സർ, അല്ലെങ്കിൽ ഒരു ആർമി ഓഫീസർ ഒക്കെ ആയിട്ട്, ഏതായിരിക്കും ബാലുചേട്ടൻ പ്രിഫർ ഹാപ്പിയാണ്? ഇത് ഏറ്റവും ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു റോളൊക്കെ ഏതായിരിക്കും? ഇതുവരെ ചെയ്യാൻ പറ്റാതെ മനസ്സിലൊന്നും ചെയ്താൽ കൊള്ളായിരിക്കും. കർണൻ. അങ്ങനെയൊന്നുമില്ലെന്ന് എനിക്ക് അങ്ങനെ സ്പെഷ്യലി ഇങ്ങനത്തെ ഈ ഒരു ക്യാരക്ടർ ഇന്ന റോള് ഞാൻ ചെയ്താൽ കൊള്ളായിരിക്കും, എനിക്കൊന്ന് ചെയ്യണം എന്നുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യണം. അല്ല, എനിക്ക് എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും സ്പെഷ്യൽ ഉണ്ടാവില്ലേ ഒരു ആഗ്രഹം? ഇല്ല, അല്ലെന്ന് ഇപ്പൊ ഒരു സ്പോർട്സ്മാൻ ആയിട്ട് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഏലിയൻ പരിപാടി ചെയ്യണമെന്നുണ്ട്. എല്ലാം നമുക്ക് ആസ് എൻ ആക്ടർ നമുക്ക് ഒരിക്കലും എനിക്ക് ഇങ്ങനത്തെ സാധനം മാത്രം ആ ഒരു പരിപാടി പലതിലും എനിക്ക് എല്ലാ രീതിയിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കാറുണ്ട്. അത് ആക്ടിങ്ങിന്റെ മാത്രമല്ല, ബാക്കി എല്ലാ പരിപാടിയിലും ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് എല്ലാ എക്സ്പീരിയൻസ് നോക്കണം. അതെ, അപ്പൊ നമ്മളൊരു ആക്ടറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കണം എന്നാണല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി എനിക്ക് എല്ലാ രീതിയിലുള്ള പരിപാടികൾ ചെയ്ത് നോക്കണമെന്നുണ്ട്. അതുപോലെ റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു മലയാളം മൂവി ഡയലോഗ് ചോദിച്ചതായിരിക്കും റിയൽ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കുന്നത്? മലയാളം മൂവി ഡയലോഗ്സ് മാത്രമേ പറയാറുള്ളൂ. ഏതായിരിക്കും അത് ഏറ്റവും കൂടുതൽ സലീമന്റെ അല്ലെങ്കിൽ അശോകന്റെ അങ്ങനത്തെ സാധനങ്ങളായിരിക്കുള്ളൂ. അത് എനിക്കറിയില്ല, അത് എപ്പോഴും എല്ലാ സിനിമ ഡയലോഗുകൾ മാത്രമേ പറയാറുള്ളൂ. ഞങ്ങള് വീട്ടിലാണെങ്കിലും സംസാരിക്കാം, മുതലാളി, എല്ലാ കാര്യങ്ങളും
മച്ചാനെ, മുതലാളി, അങ്ങനെ ഒരു മച്ചാനെ പിന്നെ അത് സിനിമ ഡയലോഗായിട്ടല്ല ഞങ്ങൾ കൂട്ടിരിക്കുന്നത്, നമ്മളുടെ വായെന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു വാക്കായിട്ടാണ്. പക്ഷെ അല്ലാതെ ഒരുപാട് ഈ പറഞ്ഞ പഞ്ചാബി ഹൗസിലെ ഡയലോഗുകള്, പുലിവാൽക്കലെടുത്ത ഡയലോഗുകളൊക്കെ തന്നെയാണ് നമ്മള് എല്ലാത്തിലും അത് തന്നെ സംസാരിക്കാറുള്ളൂ. സിനിമ ഡയലോഗ് ഇട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ. ഇനിയിപ്പോ ചോദിക്കാം, ബാലുചേട്ടൻ ഏതെങ്കിലും തിയേറ്ററിൽ പോയിട്ട് ഉറങ്ങിപ്പോയ ഏതെങ്കിലും സിനിമ ഉണ്ടോ? ഏതെങ്കിലും സിനിമ കാണാൻ പോയി സിനിമ തിയേറ്ററിൽ കിടന്ന് ഉറങ്ങിയ ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? ഇല്ല, ഉറക്കം വന്നിട്ടുണ്ട്, പക്ഷെ അങ്ങനെ ഉറങ്ങിക്കളയില്ല. എനിക്ക് ഞാൻ അങ്ങനെ സിനിമക്ക് പോയി ഉറങ്ങൂല. അങ്ങനെ ഉറക്കം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു പോപ്കോൺ പിടിച്ചിട്ട് കഴിച്ച് ഏറ്റവും ഫേവറേറ്റ് മൂവി ഏതാണ് ചോദിക്കുകയാണെങ്കിൽ? ഒരു ബാലുചേട്ടന്റെ ഒരു ഫേവറേറ്റ് മൂവി ഏതെങ്കിലും മലയാളത്തിലോ ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമ ചോദിക്കുകയാണെങ്കിൽ? എന്റെ തന്നെ പറയാൻ പറ്റൂല, ഏതെങ്കിലും. അല്ലെങ്കിൽ ഇപ്പം ഒരു സിനിമയിൽ തന്നെ സ്റ്റക്കായിട്ടൊരു 1 വർഷം ജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് ലൈഫ് നല്ലതായിരിക്കും, അങ്ങനെയൊക്കെ തോന്നിയൊരു ഏറ്റവും എന്നെ ഡിസ്റ്റർബ് ചെയ്ത കുറെ കാലം മനസ്സിൽ കിടന്ന റെക്കിംഗ് ഫോർ എ ഡ്രീം ആയിരുന്നു. മലയാളം പടത്തില് ഏറ്റവും അങ്ങനെ മനസ്സിൽ കിടന്നേക്കുന്ന എനിക്ക് മഞ്ഞുമൽ ബോയ്സിന്റെ എഫക്ട് കുറെ കിടക്കണ്ടായിരുന്നു. എനിക്ക് ഞാൻ അഭിനയിച്ചേക്കണോണ്ടോ എന്നതല്ല, എനിക്ക് എന്റെ വർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഗുഹ പരിപാടി അത് നമ്മൾ അതിനകത്ത് ചെയ്തെങ്കിലും സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അത് എനിക്ക് വേറൊരു ഫീൽ തന്നെ പടം കിട്ടുമായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് വലിയൊരു ഇമ്പാക്റ്റ് ആയിരുന്നു. കാരണം അത് കേരളത്തിൽ മാത്രമല്ല, അങ്ങ് തമിഴ്നാട്ടിലേക്കും പോയി. ആ ഒരു സോങ് കൺമണി അൻപോടിന്റെ രണ്ടാമത് ഒരു ഇപ്പോഴും എന്റെ മനസ്സിലൊക്കെ ആണെങ്കിൽ ആ സിനിമയ്ക്ക് അത് വല്ലാത്തൊരു ഫീല്. അപ്പൊ ശരിക്കും ബാലുചേട്ടൻ ആ ഫിലിം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ലൈക്ക് ഒരു റിയൽ സ്റ്റോറിയാണ് ചെയ്യുന്നത്. അപ്പം അതിലേക്ക് നമ്മൾ വരണം, നിങ്ങൾ ആ ഒരു ഇതാവണം. അപ്പൊ എങ്ങനെയായിരുന്നു പെട്ടെന്ന് മിങ്കിളായതും ആ ഒരു ഫ്രണ്ട് സർക്കിൾ? നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരൊന്നും അങ്ങനെ മിങ്കിളാവാൻ സമയമേ ഉണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു. ഇപ്പൊ ചൗബിയായാലും ബാസിയായാലും ചന്തുവിനെ നേരത്തെ മറ്റേ സലിമിന്റെ മൂന്നുള്ള പരിചയം ഉണ്ടായിരുന്നുള്ളൂ. സിനിമയിൽ വന്നിട്ടാണ് നമ്മള് ഇത്രയും കൂട്ടായത്, ഇത്രയും വലിയൊരു കൂട്ടുകാരനായത്, ഇത്രയും നല്ലൊരു അനിയനായത്. പക്ഷെ പിന്നെ വിഷ്ണു അവരൊക്കെ അപ്പോഴാണ്. പക്ഷെ എല്ലാവരും ഭയങ്കര പെട്ടെന്ന് സെറ്റായി. പക്ഷെ ആ ക്യാരക്ടറിലേക്കും പരിപാടിയിലേക്കും ഏറ്റവും കൂടുതൽ നമുക്ക് ഹെൽപ്പ് ചെയ്തത് ചിതു. ഇതിനു മുമ്പ് ഈ എല്ലാ ഒറിജിനൽ ആൾക്കാരെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്തിരുന്നു. അവരെ വെച്ചിട്ട് അവരുടെ എക്സ്പീരിയൻസ്. അപ്പോ ഓരോരുത്തരുടെ സമയം നമുക്ക് മറ്റേ ബുക്ക് തരുന്ന പോലെ ഇതാണ് നിന്റെ ക്യാരക്ടർ പറയണത്, കണ്ടോ, ഇത് കണ്ടുപിടിച്ചു. അപ്പൊ ഇയാളുടെ പരിപാടി വന്ന് ഇയാളുടെ സംസാരം, അപ്പൊ അതിൽ നിന്ന് ഇയാളുടെ സംസാരം നമുക്ക് കിട്ടും. അയാളപ്പോ അന്ന് ഗോ ത്രൂ ഇതെല്ലാം അയാളുടെ രീതിയിലുള്ള പെർസ്പെക്റ്റീവിലാണ് അയാൾ പറയുന്നത്. സിക്സൻ പറയുന്ന സിക്സന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. വേറെ സുഭാഷ് പറയുന്ന സുഭാഷിന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ്. അപ്പൊ അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ഈ കഥ ഇവൻ പല രീതിയിൽ എടുപ്പിച്ചായിരുന്നു. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും തരം ചെയ്തായിരുന്നു. അപ്പൊ അത് നമുക്കൊരു വലിയ ടൂൾ തന്നെയായിരുന്നു. അത് കൂടാതെ നമ്മള് ഇവരെല്ലാരും കൂടി നമ്മള് ഇടയ്ക്കിടയ്ക്ക് കൂടുമായിരുന്നു ഈ ടീം. അപ്പൊ അവരുടെ അടുത്ത് നമ്മള് സംസാരിക്കും. അപ്പൊ അവരുടെ ബിഹേവിയറും പരിപാടി നമുക്ക് കിട്ടാൻ ഭയങ്കര എളുപ്പം കൂടിയായിരുന്നു. ഇനിയിപ്പം ബബ്ബ റിലീസിലേക്ക് വരുന്നു. ഏതൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്രൊജക്ട് ബാലുചേട്ടന്റെ വരുന്നത്? ബബ്ബ ഇപ്പൊ റിലീസിന് വരുന്നു. ഇനി ഷൂട്ട് തുടങ്ങുന്ന ഇപ്പോ റൺമാമ റൺ എന്ന് പറഞ്ഞൊരു പടം സുരാജേട്ടൻ എല്ലാം ചെയ്യുന്ന അടുത്തൊരു പടം കൂടി പ്ലാൻ ചെയ്യുന്ന. അതിന്റെ പേര് ടൈറ്റിൽ ആയിട്ടില്ല. ജാവയുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. ടോർപീഡോ കഴിയുമ്പോ ജാവയുടെ തരുൺ അടുത്തടുത്ത് തന്നെ സിനിമകൾ വരുന്നുണ്ട്. ഇപ്പൊ സിനിമ മാറ്റി വെക്കുവാണെങ്കിൽ ഫുഡി ആണെന്ന് പറഞ്ഞു, ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു. ക്രിസ്മസ് കാലമൊക്കെയാണ് വരുന്നത്, കൊച്ചിക്കാരനാണ്. സോ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഇൻ കൊച്ചി ചോദിക്കുകയാണെങ്കിൽ ഏതായിരിക്കും? കണ്ടിന്യൂസ്ലി പോയി കഴിക്കാറുള്ള ഒരു ഫുഡ് ഐറ്റം? അല്ല, കൊച്ചിക്കാരെന്നുള്ള രീതിയിൽ വീട്ടിലിപ്പോ ഒരു മാസത്തിൽ എന്തായാലും ഒരു തവണെങ്കിലും മേടിക്കുന്ന ചിയാങ്ങായിരിക്കും. ചിയാങ്ങിലെ ചൈനീസ് കഴിക്കാൻ ചിലപ്പോ കുറെ കാലം കഴിയുമ്പോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ നമുക്ക്. അപ്പൊ എന്താ ചിയാങ്ങിലെ ചൈനീസ് കഴിക്കാത്തോണ്ടായിരിക്കുള്ളൂ. ആ ഒരു സംഭവം ഉണ്ട്. അല്ലാതെ നമ്മള് ഒരു സ്പോട്ട് മാത്രം പഠിക്കാറില്ല, പല സ്പോട്ടുകൾ എന്താണ്. എന്നാലും ഫുഡ് ലവേഴ്സിന് വേണ്ടിയിട്ട്, കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പൊ വലിയ കടകൾ മാത്രമല്ല, ഏതെങ്കിലും ഒരു നല്ല സ്പോട്ട്
അർജുൻ ചേട്ടൻ ഒരു തവണ ഏതോ ഒരു ഇന്റർവ്യൂല് നൂറിയനെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ പോയി അവിടെ പോയി എക്സ്പീരിയൻസ് അപ്പൊ അതുപോലെ ഏതെങ്കിലും കിട്ടിയാലോ അല്ല ആ ഏരിയയിൽ തന്നെ ഉള്ള കുറെ കടകളുണ്ട്, ചെള്ളായിക്കടോ ആ ഏരിയയിലുള്ള ചെറിയ തട്ടുകളുണ്ട്. അവിടത്തെ കൊച്ചിയിൽ മട്ടാഞ്ചേരി ഏരിയയിലുള്ള അവിടെ ബീഫ് ബിരിയാണിയിലെ ബിരിയാണി നല്ലതാണ്. അറഫ ബിരിയാണി നല്ലതാണ്. കുറെ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. സമയമായി വിശക്കുന്നു. ഇപ്പൊ ക്രിസ്മസ് കാലം വരാൻ പോവാണ്. ക്രിസ്മസ് എപ്പോഴും ഫാമിലിയുടെ കൂടെയാണോ, കൊച്ചിയിലാണോ, എങ്ങനെയാണ് പാർട്ടീസ്, എന്തൊക്കെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ? ഷൂന്റെ സമയത്താണെങ്കിൽ വേറെ ആയിരിക്കും. നാട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീട്ടില് അത്രയും വലിയ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അത് 2 ദിവസം പരിപാടി ആയിരിക്കുള്ളൂ. 24th എന്റെ വീട്ടിലും 24th വൈഫിന്റെ വീട്ടിലൊരു കാര്യം. ക്രിസ്മസിന് എലീനയുടെ ബർത്ത്ഡേ ആ, 25th എന്റെ ബർത്ത്ഡേ. അപ്പൊ ക്രിസ്മസിന് അവളുടെ ബർത്ത്ഡേ. അപ്പൊ അവളുടെ വീട്ടിൽ എന്തായാലും 25th പരിപാടി വെക്കും. അല്ലെങ്കിൽ അതിനു മുമ്പ് വരെ എന്റെ വീട്ടിലായിരുന്നു 25th പരിപാടി. ഇപ്പൊ 24th എന്റെ വീട്ടില് പപ്പാടെ ബ്രദേഴ്സും സിസ്റ്ററും എല്ലാരും വീട്ടില്, കസിൻസ് എല്ലാരും ഉണ്ടാവും വീട്ടില്. ഇപ്പോ അത് എന്റെ 25th അവളുടെ വീട്ടില് അവളുടെ പപ്പയുടെ കസിൻസും എല്ലാരും. എക്സ്ട്രാ കളർഫുൾ ആണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. എലീന വന്നപ്പോ തൊട്ടുള്ള എല്ലാം ആഘോഷം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഡെസേർട്ട് ട്രക്കേഴ്സിന്റെ പ്രേക്ഷകരോട് ക്രിസ്മസ് കാലമാണ്, ന്യൂ ഇയർ ആണ്, പുതിയ വർഷമൊക്കെ വരുന്നത്, എന്താണ് ബാലുചേട്ടന് പറയാനുള്ളത്? യെസ്, പറയാനുള്ളത് എല്ലാവർക്കും ഒരു ഗംഭീര ഇയർ ആവട്ടെ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. Thank you so much. Thank you very much.